നമസ്കാരം. റൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ബാങ്കിൽ വിദ്യാഭ്യാസ ലോണിന്റെ വിവരം തിരക്കാനെത്തിയ അമ്മയെയും മകനെയും ബാങ്ക് മാനേജർ ബാങ്കിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി. കേരള ബാങ്കിന്റെ അഞ്ചൽ ശാഖ മാനേജറാണ് ലോണിന്റെ വിവരങ്ങൾ തിരക്കുവാൻ എത്തിയ അഞ്ചൽ സ്വദേശി ഫാത്തിമ, ഇവരുടെ മകൻ അഫ്സൽ എന്നിവരെ ബാങ്കിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി പറയുന്നത്. സംഭവം അറിഞ്ഞെത്തിയ അഞ്ചലിലെ ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ സംഭവത്തിൽ പ്രതിഷേധം അറിയിക്കുകയും അഞ്ചൽ പോലീസിനെ ബാങ്കിൽ വിളിച്ചു വരുത്തി സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. ബന്ധപ്പെട്ടിട്ട് അഫ്സൽ എന്ന് പറയുന്നൊരു പയ്യനും ഉമ്മയും കൂടാണ് ഇവിടെ ലോണിൻ്റെ ആവശ്യമായിട്ട് ബാങ്കിൽ വരുന്നത്. ബാങ്കിൽ വന്ന സ്ഥിതിക്ക് അവർ ആദ്യം ഇതിനകത്ത് കയറി ബാങ്ക് മാനേജരോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ നിന്ന് രണ്ടുപേരും ഒപ്പം കയറിയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് മാനേജർ വളരെ മോശമായിട്ട് അമ്മയുടെ മകൻ്റെ അടുത്ത് ലോൺ കൊടുക്കാൻ പറ്റും, അതിൻ്റെ എന്താണ് അതിൻ്റെ നിയമവശങ്ങൾ നോക്കിയതിന് ശേഷം ലോൺ കൊടുക്കാം, ഇത് കൊടുക്കാതെ ഇറങ്ങിപ്പോ, നീ എന്തിനിവിടെ വന്നു, നിന്റെ ഉമ്മേനെയും കൊണ്ട് ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് വളരെ ധാർഷ്ട്യമായ രീതിയിൽ ഉമ്മയെടുത്തും മകനെടുത്തും സംസാരിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇത് ഇങ്ങനെയുള്ള ബാങ്ക് മാനേജർ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ഇതിൻ്റെ പ്രശ്നം ബന്ധപ്പെട്ട് അവരടുത്ത് മാപ്പ് പറയുക എന്നുള്ള ഒറ്റ കാര്യമാണ് നമ്മൾ ആവശ്യപ്പെട്ടുള്ളത്. ഈ പുള്ളിക്കാരന് കൊട്ടാരക്കരയായിരുന്നു മുൻകാലങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് ഇതേ പ്രശ്നം ഉണ്ടായി. അവിടെ വരുന്ന സഹകാരികളെടുത്ത് മോശമായി പെരുമാറിയതിൻ്റെ ഭാഗമായിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് സ്ഥലം മാറ്റി അഞ്ചലിലേക്ക് വന്ന ആളാണ് അയാൾ. ആ ഒരു ഇത് കിട്ടിയതിന് ശേഷം അത് പഠിക്കാതെ ഇവിടെ വരുന്ന സഹകാരികൾക്ക് ഇതേ നിലപാട് സ്വീകരിക്കുന്നതാണ്. അത് നമ്മൾ DYFI ആയാലും SFI ആയാലും അത് വെച്ച് ഉറപ്പിക്കില്ല. ഇവിടെ വരുന്ന ആൾക്കാരുടെ അടുത്ത് മാന്യമായ രീതിയിൽ പെരുമാറാനായിട്ട് ആദ്യം പഠിക്കണം. അത് അവരെടുത്ത് ആദ്യഘട്ടത്തിൽ അവരെടുത്ത് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നം. എന്നാൽ അമ്മയെയും മകനെയും ബാങ്കിൽ നിന്നും ഇറക്കി വിട്ടിട്ടില്ലെന്നും തന്റെ ക്യാബിനിൽ നിന്നും ഫോണിൽ സംസാരിച്ച അഫ്സലിനോട് പുറത്തിറങ്ങി ഫോണിൽ സംസാരിക്കുവാനാണ് താൻ പറഞ്ഞതെന്നും ബാങ്ക് മാനേജർ പറയുന്നു. വേറെ രണ്ട് കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇവർ കയറി വരുന്നത് തന്നെ. അവരോട് ഞാൻ ഇറങ്ങി നിൽക്കാനോ വേറെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുകയോ ചെയ്തിട്ടില്ല. ആ പയ്യൻ ഇവിടെ നിന്ന് ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു വെളിയിലോട്ട് ഇറങ്ങി നിൽക്കി വെളിയിലോട്ട് ഇറങ്ങി ഫോൺ ചെയ്യാൻ പറഞ്ഞു. അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവർ ധൃതി കാണിച്ച് ഇവരങ്ങ് ഇറങ്ങി പോയത്, അല്ലാതെ നമ്മളെ സംസാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ല. ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവർ പോലീസിനടുത്ത് തന്നെ പറഞ്ഞല്ലോ അങ്ങനെ പരാതിയോ പ്രശ്നമോ അവർക്കില്ല. ഈ കൂടെ വന്നവരാണ് ഒരു 10ഓളം പേര് വന്നല്ലോ. അപ്പോൾ അവരാണ് ഈ പോലീസിനെ വിളിക്കുകയും ഈ കംപ്ലൈൻറ്റ് ഇവിടെ വെള്ളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. നമ്മളൊന്നും പറയുകയോ അവരെ തിരിച്ചൊന്നും പറയുകയോ. സ്ഥലത്തെത്തിയ അഞ്ചൽ SI പ്രജീഷ് കുമാർ ഫാത്തിമയിൽ നിന്നും മകനിൽ നിന്നും വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും പരാതി ഉണ്ടെങ്കിൽ എഴുതി നൽകുവാനും നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് റൂത്ത് വിഷൻ ന്യൂസ്. വിദ്യാഭ്യാസ ആവശ്യത്തിനും വേണമെന്ന് അതിന് വേണ്ടിയാണ് എടുത്തത്. ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മോശമായിട്ടുള്ള രീതിയിൽ ഞങ്ങളുടെ കൊച്ചിനെ അമ്മായി വിളിച്ചുകൊണ്ട് ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. ഞങ്ങൾ നിൽക്കി തന്നെ വേറെ വെളിയിൽ നിന്ന് വന്നവരെടുത്താണ് സംസാരിച്ചത്. നമ്മുടെ ഒരു ബിഹേവിയർ കാണിക്കാത്ത രീതിയിലാണ് സംസാരിച്ചത്. അങ്ങനെ ഇത് ഇങ്ങനെ നല്ല പലയിടത്തും അവിടെ നിന്ന് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ ഇവിടെ വന്ന് കൊണ്ടുവന്നത്. നമുക്ക് ഒരുപാട് വർഷം കൊണ്ട് അങ്ങനെ അത് സംസാരിച്ചത്. അപ്പോഴത്തേക്കും നമുക്കിവിടെ ലോണത്തില്ല, അക്കൗണ്ടില്ല. അപ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെ വേണ്ടെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ CR ഓഫീസറിൻ്റെ റൂമിൽ ഞാനും ഉമ്മായി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്കും അവരുടെ കാര്യങ്ങൾ ചോദിക്കാൻ വന്നപ്പോൾ നമുക്ക് 4 സെൻറ്റേ ഉള്ളൂ എന്ന് വെച്ചപ്പോൾ പറയുക നിങ്ങൾക്ക് എവിടെ അക്കൗണ്ട് ഉള്ളത്, ഞങ്ങളൊന്നും SBI എന്തോ 1 ഏക്കറുള്ളവർക്ക് ലോൺ കൊടുക്കത്തുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ 4 സെൻറ്റേ ഉള്ളൂ. അപ്പോൾ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, കാര്യം ക്ലിയർ ആക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴത്തേക്കും പറയുക ഉമ്മായി വിളിച്ചുകൊണ്ട് ഇറങ്ങി പോകാനാണ് എടുത്ത് പറഞ്ഞു. ലോൺ വിവരം തിരക്കാൻ എന്തൊക്കെ വേണം, ഇവിടെ അക്കൗണ്ട് വേണം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴത്തേക്കും പറയാം ഉമ്മായി വിളിച്ചുകൊണ്ട് പോകും എന്നാ എന്നിട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് പറയണ്ട, നമുക്ക് ലോൺ തന്നില്ലെങ്കിൽ ലോൺ തന്നില്ല, പക്ഷെ ഇങ്ങനെ ഇനി അരട്ട് കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്.